നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെയുള്ള രണ്ടാം ദിന സമരത്തിലും പ്രതിഷേധം ശക്തം. ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രഥമ യോഗം. പെരിയ ചാലിങ്കാലിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. സംഭവത്തിൽ അമ്പലത്തറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം BJPക്ക് വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥി സുമന G. ഭട്ടിന് വിജയം. തിരുനാവായയിലെ മഹാമാഘ മഹോത്സവം ഒരുക്കങ്ങൾ തടഞ്ഞത് പ്രതിഷേധാർഹമാണെന്ന് സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി. നിർദ്ദേശം ഹൈന്ദവ വിശ്വാസികളോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും വിദ്യാനന്ദ സരസ്വതി. ബന്തെടുക്ക ഏണിയാടി മഹാമുറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. MP ഭാസ്കരനെ തൃക്കരിപ്പൂർ രാമവില്യം കഴകം ആദരിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന കഴകം പൊതുയോഗത്തിലായിരുന്നു ആദരം. COA നീലേശ്വരം മേഖലാ സമ്മേളനം ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെയുള്ള രണ്ടാം ദിന സമരത്തിലും പ്രതിഷേധം ശക്തം. ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സത്യാഗ്രഹ സമരത്തിൽ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ദേശീയപാതയിലെ കുമ്പള ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ശക്തമാകുന്നു. AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹ സമരം തുടരുന്നത്. NA നെല്ലിക്കുന്ന് MLA ആണ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ടോൾ ബൂത്തിനടുത്ത് പ്രത്യേകം പന്തലൊരുക്കിയാണ് സമരം. മുഴുവൻ സമയവും AK അഷ്റഫ് MLA സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരസമിതി ഭാരവാഹികളും പ്രവർത്തകരും റിലേയായി സമരത്തിൽ പങ്കെടുക്കുന്നു. അന്യായമായ കുമ്പള ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ കേസിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേരാണ് സമരപ്പന്തലിലെത്തുന്നത്. പന്തം കൊളുത്തിയും വാദ്യമേളങ്ങളുമായാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലെത്തുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഖത്തീബുമാർ സമസ്ത കേരള ജമിയത്തുൽ ഖുതൂബയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി മംഗൽപാടി മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സമരപ്പന്തലിലെത്തി. ജനപ്രതിനിധികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ഇന്നലെ MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ദേശീയപാത വികസന പ്രവർത്തനത്തിന് നമ്മൾ ആരും എതിരല്ല. വികസന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചെങ്കള മുതൽ തൽപ്പാടി വരെയുള്ള പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തി അവിടുത്തെ മരങ്ങൾ വെട്ടിമാറ്റുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിനുശേഷം ആരംഭിച്ച ഡ്രൈനേജ് പ്രവൃത്തി, അതിനുശേഷം സർവീസ് റോഡുകളും മെയിൻ റോഡിന്റെ പ്രവൃത്തികളും ആരംഭിക്കുമ്പോൾ അണ്ടർ പാസേജ് വേണ്ട സ്ഥലങ്ങളിൽ അണ്ടർ പാസേജുകൾ ആവശ്യപ്പെടുകയും ക്യാപിറ്റൽ അണ്ടർ പാസേജ് വേണ്ട സ്ഥലത്ത് ക്യാപിറ്റൽ അണ്ടർ പാസേജ് ആവശ്യപ്പെടുകയും ഫ്ലൈ ഓവർ വേണ്ടിയവിടുത്ത് ഫ്ലൈ ഓവർ ആവശ്യപ്പെട്ട് യാഥാർത്ഥ്യമാക്കുകയും ഇവിടെ NH അധികാരികളെ കൊണ്ടുവന്ന് വരും ദിവസങ്ങളിലും ടോൾ പിരിവിനെതിരെ സമരം ശക്തമാക്കുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതിനിടെ ഫാസ്റ്റ് ടാഗുള്ള വാഹനങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്നും ടോൾ പിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കുമ്പള ടോൾ ബൂത്ത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രഥമ യോഗത്തിൽ തീരുമാനം. അസീസ് കളത്തൂർ അവതരിപ്പിച്ച പ്രമേയത്തെ ഹർഷാദ് വോർക്കാടി പിന്താങ്ങി. ദേശീയപാതയിൽ 60 കിലോമീറ്ററിനുള്ളിൽ ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം നിലനിൽക്കെ കുമ്പള ആരിക്കാടിയിൽ ടോൾ ബൂത്ത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് സാബു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ അവതരിപ്പിച്ച പ്രമേയത്തെ ഹർഷാദ് വോർക്കാടി പിന്താങ്ങി. ടോൾ ബൂത്ത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് നടത്തണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയപാത ചിർക്കള കാലിക്കടവ് റീച്ചിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനും സർവീസ് റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കുമ്പള ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടെ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. ദേശീയപാത ചെർക്കള കാലിക്കടവ് റീച്ചിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനും സർവീസ് റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം K. സബീഷാണ് പ്രമേയം അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പെരിയ ചാലിങ്കാലിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയിൽ അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുല്ലൂർ ചാലിങ്കാൽ കേളത്തിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ വിജനമായ സ്ഥലത്ത് രാവിലെയോടെയാണ് പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടത്. ദേശീയപാതയ്ക്ക് സമീപത്താണിത്. രാത്രി മഴ മാറിയതിനു ശേഷം വാഹനത്തിലെത്തിച്ച ജഡങ്ങൾ ഉപേക്ഷിച്ചതാണെന്ന് സംശയിക്കുന്നു. ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. ഒരു 8 മണിക്ക് ശേഷം മഴ ഉണ്ടായിരുന്നില്ലേ. 10 മണി വരെ മഴയ്ക്ക് ശേഷമാണ് ഇതുണ്ടായ സംഭവം. കാരണം ഒരു നമ്പർ ഉണ്ട്, ഒരു വണ്ടിയുടെ നമ്പർ കിട്ടിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ മഴയ്ക്ക് ശേഷം ഇല്ല നമ്പർ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടിയുടെ നമ്പർ. അപ്പൊ ലക്ഷ്മി ഓഫീസിൽ വീണതോ ഇല്ലെന്നല്ല അറിയില്ല. അവർ വിളിക്കുമ്പോൾ ആലപ്പുഴയെന്ന് വരുവാണ് ഡ്രൈവർ. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തില്ല. പ്രത്യേക ശേഷം വ്യക്തികളെ കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്തിലെ ആൾക്കാരെ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ വിവരാതെ 3 രണ്ട് പോത്ത് കയറുമ്പോൾ ഏറ്റവും വലിയ ഇതാണ് ഒരു കാര്യം. സ്ഥലത്തു നിന്നും കളഞ്ഞു കിട്ടിയ കടലാസിലെ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ പാലക്കാട്ടെ ഡ്രൈവറാണെന്ന് കണ്ടെത്തി. നാട്ടുകാർ നൽകിയ പരാതിയിൽ അമ്പലത്തറ ഇൻസ്പെക്ടർ UP വിപിൻ സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, മെമ്പർ A കൃഷ്ണൻ, ബ്ലോക്ക് അംഗം മെഡിക്കൽ നാരായണൻ എന്നിവരും സ്ഥലത്തെത്തി. ജനവാസ കേന്ദ്രത്തിലാണ് ജഡങ്ങൾ തള്ളിയത്. ആരോഗ്യ വിഭാഗം എത്തി പരിശോധന നടത്തി. അഴുകിത്തുടങ്ങിയ ജഡങ്ങൾ കുഴിച്ചിടാൻ തീരുമാനിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരിയ. പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം BJPക്ക് വോട്ട് ചെയ്തു. കടങ്കൊടി വാർഡിൽ നിന്നും ജയിച്ച മൈമൂനത്തുൽ മിസ്രിയെയാണ് BJP അംഗത്തിന് വോട്ട് നൽകിയത്. അപ്രതീക്ഷിത നീക്കത്തിൽ CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി BJP സ്ഥാനാർത്ഥി സുമന G ഭട്ട് വിജയിച്ചു. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കം. തിരഞ്ഞെടുപ്പിൽ കടങ്കടി വാർഡിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമായ മൈമൂനത്തുൽ മിസ്രിയ BJPക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. മുസ്ലിം ലീഗ് അംഗത്തിന്റെ ഈ നിർണായക വോട്ടിന്റെ ബലത്തിൽ CPM സ്ഥാനാർത്ഥിയായ ദിനേശ്വരി നാഗേഷിനെ പരാജയപ്പെടുത്തി BJP സ്ഥാനാർത്ഥി സുമന G ഭട്ട് വിജയിച്ചു. മൊത്തം 5 അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ഇതിൽ മുസ്ലിം ലീഗ് അംഗമായ മൈമൂനത്തുൽ മിസ്രിയ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയതാണ് ഫലത്തിൽ നിർണായകമായത്. വോട്ടെടുപ്പ് ഫലം വന്നപ്പോൾ BJP സ്ഥാനാർത്ഥി സുമന G ഭട്ടിന് 3 വോട്ടുകൾ ലഭിച്ചു. CPM സ്ഥാനാർത്ഥിയായ ദിനേശ്വരി നാഗേഷിന് 2 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഈ വിജയത്തോടെ പൈവളികെ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുമന G ഭട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ BJPയും UDFും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിരുന്നു. ആകെ 21 അംഗങ്ങളിൽ UDFന് 9, LDFന് 7, BJPക്ക് 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. അപ്പോൾ മുതൽ പഞ്ചായത്തിൽ കോൺഗ്രസ് ലീഗ് BJP സഖ്യമാണെന്ന ആക്ഷേപവുമായി LDF രംഗത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് അംഗം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുനാവായയിലെ മഹാമാഘ മഹോത്സവം ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞത് പ്രതിഷേധാർഹമാണെന്ന് അഖണ്ഡ ഭാരത സനാതൻ സന്ത് സമിതി ദേശീയ അധ്യക്ഷൻ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി. അധികാരികളുടെ ഈ നിർദ്ദേശം ഹൈന്ദവ വിശ്വാസികളോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സന്യാസി സംഘടനയായ അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റെ സംഘടനകളുണ്ട്. ദേശീയ കമ്മിറ്റിയാണ്. ആ ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മഹാമണ്ഡലേശ്വർ ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി എന്ന മംഗലാപുരത്തും പെരിയയിലും ഓം ശ്രീ മഠത്തിൻ്റെ അധിപതിയും കൂടിയാണ് ഞാൻ. കൂടെയുള്ളത് മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതിയാണ്. മംഗലാപുരം ഓം ശ്രീ മഠത്തിൻ്റെ മഠാധിപതിയും ഈ സംഘടനയുടെ ദേശീയ സഹ അധ്യക്ഷയുമാണ്. പിന്നീട് നമ്മുടെ കൂടെയുള്ള വിശ്വ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറി രാജൻ മുള്ളേരിയ. അതുപോലെ തന്നെ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ധർമ്മപ്രസാർ സഭയുടെ പ്രമുഖരായ സംഗപ്പ ഭണ്ഡാരി ബെല്ലപ്പെട്ടെ
അദ്ദേഹം കൂടി ഇവിടെ. അപ്പോൾ ഹൈന്ദവ സംഘടനകൾ, സന്യാസി ആചാര്യന്മാരുടെ സംഘടനകളും മറ്റ് ഹിന്ദു സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളും ഒന്നിച്ച് നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് ഇവിടെ. ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. ഒരു ഹിന്ദു ആയി ജനിച്ചാൽ ഒരു ഹിന്ദു ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആചാര അനുഷ്ഠാനങ്ങൾ വളരെ പ്രധാനമാണ്. ആ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അമൃത സ്നാനം എന്ന് പറയുന്ന മാഘമാസത്തിൽ, അതായത് ജനുവരി പൗഷ്യ പൗർണിമ മുതൽ നമ്മുടെ മാഘ അമാവാസി കഴിയുന്നത് വരെ, അവിടെ മാഘ പൗർണിമ വരെ ഉള്ള ഒരു മാസം, ചില സമയത്ത് അത് കുറച്ചും കൂടി കൂട്ടിയാണെങ്കിൽ 41 ദിവസം വരെ നമ്മളൊരു ശ്രേഷ്ഠഘട്ടമായിട്ടാണ് കാണുന്നത്. അത് എല്ലാ പുണ്യനദികളിലും പുണ്യസ്ഥലങ്ങളിലും, ഹരിദ്വാർ, അതുപോലെ പ്രയാഗ്രാജ്, അതുപോലെ ഋഷികേശ്, ഇവിടെയൊക്കെ ഈ സമയത്ത് എല്ലാ സന്യാസികളും പോയിട്ട്, എല്ലാ ഹൈന്ദവ ആചാര്യന്മാരും അതുപോലെ ഹൈന്ദവ വിശ്വാസികളും പോയിട്ട് തീർത്ഥസ്നാനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് ഒന്ന് ആദ്യത്തെ പൗർണമിക്ക്, രണ്ടാമത് മൗനി അമാവാസിക്ക്, അതിപ്പോൾ നാളെ 18-ാം തീയതി, അത് കഴിഞ്ഞാൽ വസന്ത പഞ്ചമി, അത് കഴിഞ്ഞാൽ അജല സപ്തമി, അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മാഘ പൗർണമി. ഈ ദിവസങ്ങളിൽ പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ വരികയും പ്രകൃതിയിലുള്ള ആധ്യാത്മിക ചൈതന്യ ശക്തി, ഇംഗ്ലീഷിൽ പറയുന്നത് പോസിറ്റീവ് എനർജി, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ചില നമ്മുടെ നദികളിൽ ഉണ്ട്. അത് പൂർവികമായിട്ട്, ഐതിഹ്യമായിട്ട് അത് നമ്മുടെ അമൃത സ്നാനം അല്ലെങ്കിൽ അമൃത ഘട്ടം എന്ന് പറയുന്നു. അത് ത്രിവേണി സംഗമങ്ങൾ വരാം, ത്രിപുര സംഗമങ്ങൾ വരാം. ഇവിടെ തിരുനാവായ എന്ന് പറയുന്നത് അവിടെ ശിവശക്തിയുടെ സംഗമമായ ഒരു സ്ഥലമാണ് തിരുനാവായ. അവിടെ പഴയ കാലങ്ങളിൽ സ്ഥിരമായിട്ട് നടത്തി വരാറുണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും അഖണ്ഡകൾ, നമ്മുടെ സന്യാസികളുടെ സംഘടനയാണ് അഖണ്ഡകൾ, അഖാഡകൾ എന്ന് പറയും. ഈ അഖാഡകൾ രൂപീകരിക്കപ്പെട്ടത് ഹിന്ദു സനാതന ധർമ്മ സംരക്ഷണത്തിനാണ്. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും IHRDയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര കോൺക്ലേവിൽ ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ അടുത്തറിയുവാൻ കാസർഗോഡ് ജില്ലയിലെ വ്യത്യസ്ത തലത്തിലുള്ളവർക്കും സൗകര്യമുണ്ടാകുമെന്ന് ചീമേനി IHRD കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈനായും അല്ലാതെയും പൊതുജനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാൻ IHRD സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ജനുവരി 16 മുതൽ 18 വരെയാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രമുഖർ കോൺക്ലേവിലെ വിവിധ സാങ്കേതിക സെഷനുകളിലായി അറിവുകൾ പങ്കുവെക്കും. AI മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവി സ്വപ്നം കാണുന്നവർക്കും പുതിയ സാങ്കേതിക വിദ്യയെ അറിയാനും വെല്ലുവിളികൾ മനസ്സിലാക്കാനും മികച്ച അവസരമാകും തുറന്നുകിട്ടുക. വിദ്യാർത്ഥികൾക്കായി ഡിസൈനിംഗ്, കോഡിംഗ്, AI മോഡൽസ് എന്നിവയിൽ മത്സരാധിഷ്ഠിത പരിപാടി, 24 മണിക്കൂർ ഹാക്കത്തോൺ, വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും സ്റ്റാർട്ടപ്പുകളും പ്രദർശനം നടക്കും. ഡീപ് ഫേക്ക്, വ്യവസായം, ലോ എൻഫോഴ്സ്മെന്റ്, സിനിമ, ജുഡീഷ്യറി തുടങ്ങിയ മേഖലകളിലെ സമാന്തര സെഷനുകളും ഉണ്ടാകും. 3 ദിവസങ്ങളിലും സാംസ്കാരിക പരിപാടികളും നടക്കും. ഇതോടനുബന്ധിച്ച് AI ക്യൂസ് ഫോർ ലേണേഴ്സിന്റെ ജില്ലാതല മത്സരം ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിൽ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ S ശ്രുതി, A അതുൽജിത്ത് എന്നിവരുടെ ടീം സ്കൂൾ തലത്തിലും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചീമേനിയിലെ വിദ്യാർത്ഥികളായ നിത്യ സുരേഷ്, N ജനനി എന്നിവരുടെ ടീം കോളേജ് തലത്തിലും സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടി. ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കോൺക്ലേവിൽ ഓൺലൈനായും അല്ലാതെയും പങ്കെടുക്കാൻ ലിങ്കിന് പുറമെ നമ്പറിൽ ബന്ധപ്പെട്ടും രജിസ്റ്റർ ചെയ്യാം. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ IHRD, കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ IHRDയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കോൺക്ലേവ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ജനുവരി 16, 17, 18 തീയതികളിലായി തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. IHRD സംഘടിപ്പിക്കുന്ന 3ാമത്തെ അന്താരാഷ്ട്ര കോൺക്ലേവാണ് ഈ വർഷം ഇന്നിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ കോൺക്ലേവ് 2024 കഴിഞ്ഞ തവണത്തെ 2ാം കോൺക്ലേവ് 2024 കനകക്കുന്ന് പാലസിൽ വെച്ചും ആദ്യത്തെ കോൺക്ലേവ് 2023 തിരുവനന്തപുരം IMG കോളേജിൽ വെച്ചും നടത്തിയിട്ടുണ്ട്.
ചീമേനി IHRD കോളേജ് പ്രിൻസിപ്പൽ KV നളിനി, അസിസ്റ്റന്റ് പ്രൊഫസർ S സൗമ്യ, അരുൺ P നായർ, KC ലാൽജി മോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ബന്തെടുക്ക ഏണിയാടി ഉറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് രാവിലെ പതാക ഉയർത്തി ഓടിയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിന് തുടക്കം കുറിക്കുന്നത്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ AB ഷാഫി പതാക ഉയർത്തും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും. ഉറൂസ് കമ്മിറ്റി വൈസ് ചെയർമാൻ AB ഷാഫി അധ്യക്ഷത വഹിക്കും. കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം നിർവഹിക്കും. ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് 2026 ജനുവരി 15 മുതൽ 22 വരെ നടത്തപ്പെടുന്നു. ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച മുതൽ 22-ാം തീയതി വരെ അതിവിപുലമായ നിലയിൽ നടത്തപ്പെടുന്നു. 15-ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് പതാക ഉറൂസ് ചെയർമാൻ AB ഷാഫി ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും. സ്വാഗതം അബ്ദുൽ ഹക്കീം അംജദി അൽ അഫ്ലൽ സഅദി, ഉറൂസ് വൈസ് ചെയർമാൻ. അധ്യക്ഷൻ AB ഷാഫി, ചെയർമാൻ ഉറൂസ് കമ്മിറ്റി. ഉദ്ഘാടനം ചെയ്യുന്നത് UT ഖാദർ, കർണാടക സ്പീക്കർ. പ്രഭാഷണം സ്വാമി ആത്മദാസ് യാമി കരിവാരക്കുണ്ട്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡയറക്ടർ മർക്കസ് നോളജ് സിറ്റി. മുഖ്യ അതിഥികളായി വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MP, NA നെല്ലിക്കുന്ന്, കാസർഗോഡ് MLA, സാബു അബ്രഹാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, TK മനോജ്, വൈസ് പ്രസിഡന്റ്, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത്, കല്ലട്ര മാഹിൻ ഹാജി, ലീഗ് ജില്ലാ പ്രസിഡന്റ്, അബ്ദുള്ള സഅദി ദേളി, ഖതീബ് ഏണിയാടി, VK സജീവൻ, BJP സംസ്ഥാന സെക്രട്ടറി, അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ, സെക്രട്ടറി CPIM ബേഡകം ഏരിയ കമ്മിറ്റി, K സുധീഷ്, സെക്രട്ടറി CPIM ബന്തെടുക്ക ലോക്കൽ കമ്മിറ്റി, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, BJP സംസ്ഥാന സെക്രട്ടറി, പവിത്രൻ C നായർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, അബ്ദുള്ള കുഞ്ഞി, ജമാഅത്ത് പ്രസിഡന്റ് ഏണിയാടി, ബോജപ്പ ഗൗഡ, ജനറൽ സെക്രട്ടറി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ബന്തെടുക്ക, ജോസഫ് വാരണത്ത്, ഫാദർ സെൻറ് ജോർജ് ചർച്ച് പടുപ്പ്, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി, കർഷകശ്രീ, അബൂബക്കർ കുമ്പക്കോട്, ട്രഷറർ ഉറൂസ് കമ്മിറ്റി, G സുരേഷ് ബാബു, തഹസിൽദാർ കാഞ്ഞങ്ങാട്, ആസിഫ് വ്യവസായ പ്രമുഖൻ, അബൂബക്കർ കുറ്റിക്കോൽ പ്രവാസി, ഹനീഫ ഹാജി ഉള്ളാൾ ജമാഅത്ത് പ്രസിഡന്റ്, ദാമോദരൻ CI ബേഡകം പോലീസ് സ്റ്റേഷൻ, ജയകുമാർ മാനടുക്കം BJP മണ്ഡലം പ്രസിഡന്റ്, അബൂബക്കർ കുമ്പക്കോട്, ട്രഷറർ ഉറൂസ് കമ്മിറ്റി, റാഫി കപ്പണ സാമൂഹിക പ്രവർത്തകൻ, കരീം സയ്യിദ് ഏണിയാടി, K അഹമ്മദ് ഷെരീഫ് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നന്ദി ലത്തീഫ് മൂല, കൺവീനർ ഉറൂസ് കമ്മിറ്റി. വാർത്താസമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ AB ഷാഫി, കൺവീനർ A ലത്തീഫ് മൂല, അബൂബക്കർ കുമ്പടക്കോട്, അബ്ദുൾ ഹക്കീം അങ്കദി, ഷിഹാബ് പുനത്തിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDF ജനപ്രതിനിധികൾ വിജയിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDFന്റെ സമ്പൂർണ്ണ ആധിപത്യം. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDF ജനപ്രതിനിധികൾ തിളക്കമാർന്ന വിജയമാണ് കരസ്ഥമാക്കിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അസ്മിന ഷാഫിയെയും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മാഷിദ മുഹമ്മദിനെയും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഫൗസിയ സൈനുദ്ദീനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള നാടൻകലാ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ മരക്കലപ്പാട്ട് കലാകാരൻ MP ഭാസ്കരനെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന കഴകം പൊതുയോഗത്തിലാണ് ആദരവ് നൽകിയത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 2025 മാർച്ചിൽ നടന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ വരവ് ചെലവ് കണക്ക് അവതരണ ഭാഗമായി വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലാണ് MP ഭാസ്കരനെ ആദരിച്ചത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ പൊന്നാട അണിയിച്ചു. പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MB കുഞ്ഞിക്കോരൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, സംഘാടക സമിതി ഭാരവാഹികളായ CV കണ്ണൻ,
പി വി ബാബു, പി കുഞ്ഞിക്കണ്ണൻ, കെ ശശിധരൻ, കഴകം സെക്രട്ടറി ടി ഗംഗാധരൻ, പെരുങ്കളിയാട്ട സംഘാടക സമിതി ഉപസമിതി ഭാരവാഹികൾ സംസാരിച്ചു. വളരെ നല്ല നിലയിൽ പ്രശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇതിൻ്റെ വരവിചെലവ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക വളരെ മുമ്പേ തീരുമാനിച്ചാണ് എന്തെങ്കിലും ആസ്തി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അത് കഴിയുന്നതും വേഗത്തിലുള്ള തുകക്ക് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ഭൂമിക്കായാലും മറ്റ് കെട്ടിടങ്ങൾക്കായാലും വില കൂടിക്കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ആസ്തി ഉണ്ടാക്കാൻ പര്യാപ്തമായ നിലയിൽ മുന്നോട്ട് പോകാനും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്തു. ജനുവരി 17 നീലേശ്വരത്ത് നടക്കുന്ന COA നീലേശ്വരം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. NMCN ഹാളിൽ നടന്ന ടൂർണമെന്റ് COA ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയും സമ്മേളന കാലങ്ങളിൽ ചെറിയ വിനോദ കലാകായിക മത്സരങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാരംസ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേബിൾ TV ഓപ്പറേറ്റർമാർ ഇന്ന് കേബിൾ TV മേഖല നമ്മൾ ഇന്ന് കേരളത്തിൽ ഒന്നാമതായും അതേപോലെ ഓൾ ഇന്ത്യ തലത്തിൽ, അതായത് നാഷണൽ തലത്തിൽ നമ്മൾ 5ാം സ്ഥാനവും 4ാം സ്ഥാനവും കേബിൾ TV ഇൻ്റർനെറ്റ് മേഖലയിൽ 5ാം സ്ഥാനവും കേബിൾ TV 4ാം സ്ഥാനവും പിന്നിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഘടനയുടെ കരുത്ത് വരാൻ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണ് ഈ മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ ട്രഷറർ വിനോദ് കുമാർ, NMCN ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോജ് കുമാർ, PR ജയചന്ദ്രൻ, CCN ഡയറക്ടർ ബോർഡ് മെമ്പർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി ബൈജുരാജ് സ്വാഗതവും മേഖലാ ട്രഷറർ സുകേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ടൂർണമെന്റിൽ ഷൈജു, ബൈജുരാജ് ടീം ജേതാക്കളായി. മജീഷ് അഖിൽ ടീം റണ്ണറപ്പായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും എതിർ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെ പോലും സ്നേഹിക്കുവാൻ പറ്റിയ മനസ്സുണ്ടായിരുന്ന ജനനേതാവായിരുന്നു വിനോദ് കുമാർ പള്ളയിൽ വീടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിയായിരുന്ന വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ സ്മൃതി കുടീരം പുല്ലൂരിൽ നടന്ന ചടങ്ങിൽ സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു MP. വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും എതിർ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റിയ മനസ്സുണ്ടായിരുന്ന ജനനേതാവായിരുന്നു വിനോദ് കുമാർ പള്ളയിൽ വീടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുല്ലൂരിലുള്ള വസതിക്ക് സമീപം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വകയായി പണിതീർത്ത സ്മൃതി കുടീര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്യാസിയാകാൻ പാടില്ല, സന്യാസ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണകർമ്മങ്ങൾ ആരാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു സന്യാസിക്കൊരിക്കലും ഒരു അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നീ ഒരിക്കലും സന്യാസിയാകാൻ പാടില്ല എന്ന് അമ്മ നിഷ്കർഷിച്ചു. പക്ഷെ അമ്മയുടെ ആ അപേക്ഷ അദ്ദേഹം നിരസിക്കുകയും ഞാൻ സന്യാസി വരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മരണം സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾ ഞാൻ ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ശങ്കരാചാര്യർ സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. അമ്മയുടെ ആശങ്ക പോലെ തന്നെ അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആ മകൻ ഇറങ്ങി പുറപ്പെട്ടു പോകും. സന്യാസ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. ഒരിക്കലും ലൗകിക ജീവിതം അവസാനിപ്പിച്ച ആളുകൾക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ കടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കൽ സന്യാസ ദീക്ഷ സ്വീകരിച്ച അങ്ങ് ഒരിക്കലും അമ്മയുടെ കർമ്മം ചെയ്യാൻ പാടില്ലെന്ന അതിശക്തമായ നിലപാട് സന്യാസ സമൂഹം എടുത്തപ്പോൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് ആ അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ അദ്ദേഹം നിർവഹിച്ചു.
എന്നിട്ട് അദ്ദേഹം മാതൃപഞ്ചകം എന്ന് പറയുന്ന 5 പദ്യങ്ങളടങ്ങിയ ഒരു കവിത നാടിന് സമർപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, നേതാക്കളായ ബാലകൃഷ്ണൻ പെരിയ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, MC പ്രഭാകരൻ, ധന്യ സുരേഷ്, അഡ്വക്കേറ്റ് PV സുരേഷ്, മാമുനി വിജയൻ, M കുഞ്ഞമ്പു നമ്പ്യാർ, KV ഭക്തവത്സലൻ, കാർത്തികേയൻ പെരിയ, ജവാദ് പുത്തൂർ, രാജൻ പെരിയ, ജയകുമാർ പയ്യന്നൂർ, T രാമകൃഷ്ണൻ, KV ഗോപാലൻ ഇരിയ, അൻവർ മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ദേശീയ സമ്മേളനം സെപ്റ്റംബർ മാസം 12, 13 തീയതികളിലായി കാസർഗോഡ് നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. കാസർഗോഡ് താളിപ്പടുപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ കേന്ദ്ര പ്രസിഡന്റ് LP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ദേശീയ സമ്മേളനം സെപ്റ്റംബർ മാസം 12, 13 തീയതികളിലായി കാസർഗോഡ് നടക്കും. ഇതിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം കാസർഗോഡ് താളിപ്പടുപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ നടന്നു. കേന്ദ്ര പ്രസിഡന്റ് LP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് വാസ്തവത്തിൽ ഈ സംഘടനയുടെ ഒരു അതിനൊരു സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, നമ്മൾ ഒന്നാകുന്ന ഒരു ചിന്ത എല്ലാവരും ഉണ്ടായത് കൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ അത്രയും ദൂരം നിന്ന് ഞാനിവിടെ എത്തി നിൽക്കില്ല. അപ്പോൾ നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ ബന്ധുക്കളാണ്, നമ്മുടെ ഒരേ സമുദായമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യമത്യ ബോധം ഈ സംഘടന കേരളത്തിൽ അങ്ങോളം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പലരും അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല, കാരണം നമ്മളിൽ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം വിഘടിച്ച് ചെറുതായി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കഴിയുമായിരുന്നു, തമ്മിൽ അറിയാതെ യാതൊരു ശക്തിയുമില്ല. കാര്യം ഐക്യമത്യം ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ. അപ്പം എല്ലാവരും കൂടെ വളരെ യോജിച്ച് പ്രവർത്തിച്ച് മുൻകാല പല നേതാക്കളും പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഒത്തുചേരാനും ആശയങ്ങൾ പങ്കിടാനും നമുക്ക് അഭിവൃദ്ധിപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരം മുൻകാല നേതാക്കൾ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും നമ്മുടെ ഐക്യമത്യ ബോധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പീശൻ മധുരക്കാട് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വൈസ് പ്രസിഡന്റ് സുധീർ നമ്പീശൻ അനുഗ്രഹ ഭാഷണം നടത്തി. കേന്ദ്ര ജനറൽ സെക്രട്ടറി TR ഹരിനാരായണൻ, നേതാക്കളായ PR ഹരി, ഡോക്ടർ P ഗോപിനാഥൻ, നാരായണൻ വാസുദേവൻ, KM സനോജ്, PM കൃഷ്ണപ്രസാദ്, M ദേവി, E രാജേഷ്, AB ബാലമുരളി, PS രാജൻ, B സതീഷ് കുമാർ, സുജാത കൃഷ്ണകുമാർ, TV വേണുഗോപാൽ, PK ആനന്ദ് കേശവൻ. ഫണ്ട് സമാഹരണ ഉദ്ഘാടനത്തിൽ ജില്ലാ രക്ഷാധികാരി പരമേശ്വരൻ നമ്പീശൻ, U ബാലകൃഷ്ണ, സുബ്രഹ്മണ്യ നമ്പീശൻ, CM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, P ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി E രാജേഷ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് PM പ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 8 തലമുറയിൽ നിന്നുള്ള അംഗങ്ങളുടെ സംഗമവേദിയായി ആവള കുടുംബസംഗമം. മുനീർ ബായാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തതയാർന്ന പരിപാടികൾ കൊണ്ട് കുടുംബസംഗമം ശ്രദ്ധേയമായി. തിരക്കുപിടിച്ച ഇക്കാലത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളുമാണ് പ്രധാനമെന്ന് വരച്ചു കാണിച്ച് ഉപ്പളയിലെ ആവള കുടുംബയോഗം. പണ്ടുകാലങ്ങളിലെ പോലെയല്ല, ഇന്ന് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കുടുംബയോഗങ്ങളും സംഗമങ്ങളും അത്യാവശ്യമായി മാറുകയാണ്. ബന്ധങ്ങൾ പുതുക്കാനും ശക്തിപ്പെടുത്താനും എല്ലാവരും ഒന്നിച്ചു മുന്നേറണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. ഏകദേശം 180 വർഷത്തെ ചരിത്രമാണ് ആവള അബ്ദുൽ ഖാദർ ഉപ്പപ്പയുടെ കുടുംബ പാരമ്പര്യത്തിനുള്ളത്. ഉപ്പള നയാബസാറിലെ ഫെറാറോ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം വ്യത്യസ്തത പുലർത്തുന്ന ഒന്നായി മാറി. ധുവ, ഖിറാത്ത് എന്നിവയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. മുതിർന്ന അംഗം അബ്ദുൽ ഖാദർ ഹാജി പഞ്ചാർ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. മുനീർ ബായാർ ഉദ്ഘാടനം ചെയ്തു. ഷക്കീൽ മംഗളൂരു സ്വാഗതം പറഞ്ഞു. ഇബ്രാഹിം ഖലീൽ ഉപ്പപ്പ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമുഖ പ്രഭാഷകൻ ഖലീൽ ഹുദവി സംസാരിച്ചു. അവ്ള അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ കുടുംബ പാരമ്പര്യത്തിലെ 3ാം തലമുറയിലെ എല്ലാ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബത്തിലെ ഇളയ കുട്ടികൾ ഖുർആൻ പാരായണവും വിവിധ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. കൂടാതെ കുടുംബ പൈതൃകത്തിന്റെ ഒരു അവലോകനമായി അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ കുട്ടികളുടെ ഒരു ഹ്രസ്വ വിവരണവും 8 തലമുറകളിലെ കുടുംബവൃക്ഷത്തിന്റെ പൂർണ്ണ വിവരണത്തിന്റെ വീഡിയോ പ്രദർശനവും നടന്നു. മുസ്തഫ സാദി കോർഡിനേറ്ററായിരുന്നു. ലഘു പ്രഭാത ഭക്ഷണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഉച്ചഭക്ഷണം, ചായ, ലഘുചായ സൽക്കാരം ഉൾപ്പെടെ കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. താള
കാരണം ഇന്ന് നിങ്ങളുടെ നിൽക്കുന്ന ഒരു സമയം പോലും അത് നിങ്ങൾക്ക് പാഴാവുകയില്ല. കാരണം ഒരു ഹദീസുണ്ട്, പക്ഷെ ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അറിയാം. ചിലപ്പോൾ ഇവിടെ പണ്ഡിതന്മാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മളുടെ 2 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്വസ്റ്റ്യൻ ചെയ്യും. എന്താണ്? ഒന്ന് നമ്മുടെ സമയം, പിന്നെ നമ്മുടെ ആരോഗ്യം. എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇതെല്ലാവർക്കും ഉത്തരം മുട്ടുന്ന ഒരു കാര്യമാണത്, ഈ 2 കാര്യം. കാരണം ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടൂല, കാരണം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതല്ലാതെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി, എത്ര മണിക്കൂർ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് നോക്കിയാൽ മതി. വേറെ കുറേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും സമയം വേസ്റ്റാക്കുന്നത് പക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ മൊബൈലിന് വേണ്ടിയാണ്. കാരണം ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാഹോദര്യ സന്ദേശം വിളിച്ചോതി പള്ളി കമ്മിറ്റികളുടെ ക്ഷേത്ര സന്ദർശനം. പാട്ടുത്സവം നടക്കുന്ന മടിയോംകൂലം ക്ഷേത്ര സന്നിധിയിലാണ് അതിഞ്ഞാൽ ജുമാ മസ്ജിദ്, മാണിക്കോത് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെ ഭാരവാഹികളും വിശ്വാസികളും സാഹോദര്യ സന്ദേശവുമായി ഒത്തുചേർന്നത്. അത്യുത്തര കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകൂലോം പാട്ടുത്സവ സന്നിധിയിൽ സാഹോദര്യ സന്ദേശവുമായി ജമാഅത്ത് ഭാരവാഹികൾ എത്തിയത് മത സാഹോദര്യത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്ത മഹിമ വിളിച്ചോതി. ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവിന് ശേഷമുള്ള ഇടവേളയിലാണ് അതിഞ്ഞാൽ ജുമാ മസ്ജിദ് ജമാഅത്ത് ഭാരവാഹികളും മാണിക്കോത്ത് ജുമാ മസ്ജിദ് ജമാഅത്ത് ഭാരവാഹികളും ക്ഷേത്രത്തിൽ സൗഹൃദ സന്ദർശനം നടത്തിയത്. മഹാനായ ഉമർ സമർഗന്നും ക്ഷേത്രപാലകനും തമ്മിലുള്ള 700 വർഷത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് അതിഞ്ഞാൽ ജമാഅത്ത് ഭാരവാഹികളും വിശ്വാസികളുമാണ് ആദ്യം ക്ഷേത്ര സന്നിധിയിലെത്തിയത്. തുടർന്ന് മാണിക്കോത്ത് ജുമാ മസ്ജിദ് ഭാരവാഹികളും തങ്ങളുടെ സൗഹൃദ സന്ദർശനത്തിൽ പങ്കാളികളായി. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഇരു ജമാഅത്ത് ഭാരവാഹികളും വിശ്വാസികളെയും ക്ഷേത്ര ഭാരവാഹികളും നവീകരണ കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തികളെക്കുറിച്ചും പാട്ടുത്സവ ആഘോഷ കാര്യങ്ങളെക്കുറിച്ചും ഇരു സംഘങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. തുടർന്ന് സൽക്കാരാനന്തരം നടന്ന സൗഹൃദ സംഭാഷണത്തിൽ അതിഞ്ഞാൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജി, സെക്രട്ടറി അഷ്റഫ് ഹന്ന, ട്രഷറർ പാലക്കി മുഹമ്മദ് കുഞ്ഞി ഹാജി, ജനപ്രതിനിധികളായ പി അബ്ദുൽ കരീം, ഖാലിദ് അറബിക്കടത്ത്, ടി മുഹമ്മദ് അസ്ലം, CH സുലൈമാൻ, കെ കുഞ്ഞിമൊയ്തീൻ, കെ ഇബ്രാഹിം, PM നാസർ, PM ഫൈസൽ മാണിക്കോത്ത്, ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, സെക്രട്ടറി സൺലൈറ്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, മുല്ലക്കോയ തങ്ങൾ മാണിക്കോത്ത്, VV അബ്ദുൾ റഹ്മാൻ, MC അബ്ദുൾ ഖാദർ, B അഷ്റഫ്, മടിയൻകൂലം നവീകരണ കമ്മിറ്റി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, മടിയൻകൂലം എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ V നാരായണൻ, ബേബിരാജ് വെള്ളിക്കോത്ത്, വികസന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ കുതിരുമ്മൽ, സെക്രട്ടറി തോക്കാനം ഗോപാലൻ, വികസന സമിതി അംഗങ്ങളായ M നാരായണൻ, CV തമ്പാൻ, M നാരായണൻ, V നാരായണൻ, AV തമ്പാൻ, A ദാമോദരൻ, P ബാബു, A കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഈ കൂട്ടായ്മ നമ്മൾ കുറേ കാലമായിട്ട് തുടർന്നു കൊണ്ടുവരുന്നതാണ്. ഓരോ പ്രാവശ്യവും നമ്മളിതിനെ വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ടും ഒരു നല്ല സമ്മേളനം നടത്തുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പലതുകൊണ്ട് നമുക്ക് അത് സാധിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഈ നവീകരണത്തോടനുബന്ധിച്ച് ഒരു മതസൗഹാർദ്ദ സമ്മേളനം തന്നെ നടത്താൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങളെ സ്വീകരിച്ചതിൽ ആദ്യമായി ഞങ്ങൾ നിങ്ങളെ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം വളരെ അധികം ഒരു കാര്യം നിങ്ങളെ ഉണർത്താനുള്ളത്, ഇത്രയെങ്കിലും വേറെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, വളരെ ഇല്ലെങ്കിൽ സംസാരിക്കേണ്ട എല്ലാ ഇതും ഉണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാൻ അതിന് തക്കത്ത നമ്മുടെ അത്രയും സൗഹാർദ്ദത്തിൽ നടക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതൊന്നുമില്ല. എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സൗഹൃദമാണ്. അത് മേലിലും ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്ന വേളയിൽ നിങ്ങൾ കണ്ടു കാണും, ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപും വളരെ ചെറുപ്പം തൊട്ടേ ഈ ക്ഷേത്രത്തിൽ ഞാൻ വരാറുണ്ട്.
ഇപ്പോൾ ഈ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അതിഞ്ഞാലിൻ്റെ സാന്നിധ്യം വളരെ വർഷങ്ങൾക്ക് നേരത്തെ ഞാൻ പറയാറുള്ളത് ഈ ചരിത്രം 700 വർഷങ്ങൾക്കപ്പുറത്ത് ഉള്ള ചരിത്രമാണ്. അതാണ് നാം ഇപ്പോഴും തുടർന്നു വരുന്നത്. അത് വളരെ വ്യക്തമായി നമ്മുടെ ഇവിടെ പാട്ടുത്സവം കലോത്സവം ഒക്കെ നടക്കുന്ന സ്ഥലത്തിൽ അതിഞ്ഞാലുള്ള മുഴുവൻ ആളുകളും ഈ പ്രദേശത്ത് അന്നൊക്കെ വരുമായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു വരാതെ ഒരു ഇതിൽ വരുന്നത്. ഒന്നും അറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഒരു കുറവുത്സവത്തിന്. നേരത്തെ മുഴുവൻ ആളുകളും കമ്പയർ കഴിഞ്ഞിട്ട് മാത്രമേ പോകാറുള്ളൂ. വരും നാളുകളിൽ പുതുതലമുറയ്ക്ക് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നതിന് അവബോധം സൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന് നേതൃത്വം നൽകാൻ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന് സജ്ജമാകാൻ സൗഹൃദ സംഭാഷണ യോഗത്തിൽ തീരുമാനമെടുത്തു. ഉറൂസുകളും ഉത്സവങ്ങളും ജനനന്മയ്ക്കായി പരസ്പര സാഹോദര്യത്തിന്റെയും നന്മയുടെയും പാരമ്പര്യത്തിന്റെയും പാത പിന്തുടരണമെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശാധിപനെ കണ്ടു വണങ്ങി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യ സംഘങ്ങൾ മടിയംകൂലം ക്ഷേത്രപാലക സന്നിധിയിലെത്തി. ഉത്തര കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മടിയംകൂലം പാട്ടുത്സവത്തിന്റെ 3ാം ദിനമായ ചൊവ്വാഴ്ച മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു. ദേശാധിപനെ കണ്ടുവണങ്ങി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യ സംഘങ്ങൾ മടിയൻകൂലം ക്ഷേത്രപാലക സന്നിധിയിലെത്തി. ഉത്തര കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മടിയൻകൂലം പാട്ടുത്സവത്തിന്റെ 3ാം ദിനമായ ചൊവ്വാഴ്ച മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് ഉച്ചയോടുകൂടിയാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. അമ്പലത്തിൽ നിന്നും പുറപ്പെട്ട മാണിക്കോത്ത് വയലിൽ കൂടിയുള്ള തെയ്യം വരവ് കണ്ടു നിന്നവരിൽ ആനന്ദത്തിന്റെയും ഭക്തിയുടെയും അനിർവചനീയമായ കാഴ്ചയാണ് ഉളവാക്കിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ദേശാധിപനെ കണ്ടുവണങ്ങി വായ്മൊഴി ചൊല്ലി ഉരിയാടി ഭക്തർക്ക് അനുഗ്രഹത്തിന്റെ മഞ്ഞൾക്കുറി നൽകി. വൈകുന്നേരത്തോടു കൂടിയാണ് വാദ്യമേളം, ആർപ്പുവിളികൾ, വെള്ളോട്ട് മണിനാദം, ആബാലവൃത്തം, ഭക്തജനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നുള്ള തെയ്യം വരവ് നടന്നത്. അടോട്ട് ക്ഷേത്രത്തിൽ നിന്നും പാരമ്പര്യ തനിമ വിളിച്ചോതിയ ചടങ്ങുകൾക്ക് ശേഷം മടിയൻകൂലം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന തെയ്യ സംഘം വായ്മൊഴി ചൊല്ലി ക്ഷേത്രോൽപ്പത്തിയും മറ്റു കാര്യങ്ങളും ഉരിയാടി. അവലോകനെ നീക്കം ചെയ്ത് 8 കുടക്കീഴെങ്കിൽ പ്രഭുക്കന്മാരെയും വെട്ടിയൊതുക്കി ഒരു കുടക്കീഴിൽ വെച്ച് പരിപാലിച്ചു എന്റെ മടിയ ക്ഷേത്രവാദി. അന്ന് സ്വരൂപത്തെയും സ്വരൂപികളെയും നിലയുറപ്പിക്കുവാൻ തക്കവണ്ണം 4 ചിത്രപീഠങ്ങളും നിലയുറപ്പിച്ചു. ക്ഷേത്രപാലകനെയും മറ്റു പരിവാര ദൈവങ്ങളെയും കണ്ടുവണങ്ങി ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചൊരിഞ്ഞ് തിരിച്ചുപോയി. തുടർന്ന് ക്ഷേത്രത്തിൽ തായമ്പകയും എഴുന്നള്ളത്തും കളം വരയും കളംപാട്ടും വിവിധ പൂജാതി കർമ്മങ്ങളും നടന്നു. പാട്ടുത്സവം ജനുവരി 15-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ്, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് മാവുങ്കാൽ യൂണിറ്റ് കർമ്മസമിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മേഘാ കമ്പനി അധികൃതർ മാവുങ്കാൽ വ്യാപാര ഭവനിൽ യോഗം ചേർന്നു. വ്യാപാരികളുടെ പ്രധാന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി നൽകാമെന്ന് ഉറപ്പ് നൽകി.
മാവുങ്കാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ്, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ മാവുങ്കാൽ യൂണിറ്റ് കർമ്മസമിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മേഘ കമ്പനി അധികൃതർ മാവുങ്കാൽ വ്യാപാര ഭവനിൽ യോഗം ചേർന്നു. നല്ല രീതിയിലുള്ള ഓവുചാലുകൾ മാവുങ്കാൽ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മലവെള്ളം വന്നു കഴിഞ്ഞാൽ മാവുങ്കാൽ ടൗണിനെ ബാധിക്കുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഹൈവേ നിർമ്മാണത്തിന്റെ ഓവുചാലിന്റെ നിർമ്മാണത്തിന്റെ അപാകത കാരണം എല്ലാ വെള്ളവും ടൗണിലേക്ക് ഒലിച്ചു വരികയും അത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ കയറുന്ന രീതിയിലും അതിനുശേഷം അത് അവിടെ വെള്ളക്കെട്ടായി രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ 2-3 വർഷമായിട്ട്. അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേണ്ട് അപ്പൊ ഈ വർഷം തീരും, അടുത്ത വർഷം തീരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, പക്ഷെ ഇത്രയും നാളായിട്ടും ഇത് എവിടെയും എത്തിയിട്ടില്ല. ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വ്യാപാരികളുടെ പ്രധാന ആവശ്യങ്ങളായ ഓവുചാൽ, സർവീസ് റോഡ് പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി. യോഗത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ജുഗേഷ് മാവുങ്കാൽ, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ, കർമ്മസമിതി അംഗങ്ങളായ വേലായുധൻ കൊടവലം, പ്രദീപ് മാവുങ്കാൽ, പ്രസാദ് മിഥില, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ ഭാരവാഹികളായ ഗുരുദത്ത് റാവു, ആനന്ദൻ പി കെ, അശോകൻ കാഞ്ഞങ്ങാട്, വസന്തകുമാർ മധുരമ്പാടി, പഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ കാർത്തിയായനി പി കെ, മേഘ കമ്പനി എഞ്ചിനീയർമാരായ സായികുമാർ, മാധവൻ, നരേഷ്, വിപിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെയുള്ള 2ാം ദിന സമരത്തിലും പ്രതിഷേധം ശക്തം. ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രഥമ യോഗം. പെരിയ ചാലിങ്കാലിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. സംഭവത്തിൽ അമ്പലത്തറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം BJPക്ക് വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥി സുമന ജി ഭട്ടിന് വിജയം. തിരുനാവായയിലെ മഹാമാഘ മഹോത്സവം ഒരുക്കങ്ങൾ തടഞ്ഞത് പ്രതിഷേധാർഹമാണെന്ന് സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി. നിർദ്ദേശം ഹൈന്ദവ വിശ്വാസികളോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും വിദ്യാനന്ദ സരസ്വതി. ബന്തെടുക്ക ഏണിയാടി മഹാമുറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. MP ഭാസ്കരനെ തൃക്കരിപ്പൂർ രാമവില്യം കഴകം ആദരിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന കഴകം പൊതുയോഗത്തിലായിരുന്നു ആദരം. COA നീലേശ്വരം മേഖലാ സമ്മേളനം ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.